ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ലക്ഷ്യമിട്ടത് നടപ്പാക്കിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം ചരിത്രം സൃഷ്ടിച്ചു. നൽകിയത് രാജ്യത്തെ ആക്രമിച്ചതിനുള്ള ശക്തമായ തിരിച്ചടിയെന്നും പ്രതിരോധ മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. साथियों, जैसी कि आप सबको जानकारी है कि कल रात हमारी भारतीय सेनाओं ने अपने अद्भुत शौर्य और पराक्रम का परिचय देते हुए एक नया इतिहास रच दिया है। एक तरीके की सटीकता, सतर्कता और मानवीयता यह हमारी भारत की सेना के जवानों ने दिखाई है। साथियों, प्रधानमंत्री श्री नरेंद्र मोदी के नेतृत्व में हमारी सेनाओं ने ऑपरेशन सिंदूर लॉन्च करके पहले की तरह ही इस बार भी आतंकियों को ट्रेनिंग देने वाले कैंप्स को तबाह करके करारा जवाब दिया है। आतंकियों के हौसले पस्त करने के उद्देश्य से यह कार्रवाई महज उनके कैंप्स और इंफ्रास्ट्रक्चर तक ही सीमित रखी गई है। मैं पुनः हमारे आर्म्ड फोर्सेस के शौर्य को मैं नमन करता हूं। കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് നൽകിയതെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? രോഹിണി, സൈനിക നടപടിയിലൂടെ ഭീകരവാദികൾക്കും പാകിസ്ഥാനും മറുപടി നൽകിയതിനു ശേഷമുള്ള ആദ്യ പരസ്യ പ്രതികരണത്തിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം നേടി എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയവരെ വധിക്കാൻ സാധിച്ചു. രാജ്യത്തിന്റെ തിരിച്ചടിയിൽ ഒരു സാധാരണക്കാരും പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ സായുധ സേന പുതിയ ഇതിഹാസം രചിച്ചു എന്നുകൂടിയാണ് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. തിരിച്ചടിക്കാനുള്ള അവകാശമാണ് ഭാരതം എന്ന രാജ്യം ഉപയോഗിച്ചത്. സേനയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. ഒപ്പം എല്ലാ തരത്തിലുമുള്ള പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം നൽകുകയും ചെയ്തു. അതിലൂടെ ഒരു പുതിയ ഇതിഹാസമാണ് സൈന്യം രചിച്ചിട്ടുള്ളത് എന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള തന്റെ ആദ്യ പരസ്യ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ജാഗ്രതയോടെയും കൃത്യതയോടും കൂടിയാണ് സൈന്യം അവരുടെ കർത്തവ്യം നിർവഹിച്ചത് എന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. രോഹിണി. ശരി ജിഷ്ണു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ലക്ഷ്യമിട്ടത് നടപ്പാക്കിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം ചരിത്രം സൃഷ്ടിച്ചു. നൽകിയത് രാജ്യത്തെ ആക്രമിച്ചതിനുള്ള ശക്തമായ തിരിച്ചടിയെന്നും പ്രതിരോധ മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.